നമ്മൾ നമ്മുടെയൊക്കെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പല നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, പല ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നിസ്സാരവൽക്കരിച്ച് പോകാറുണ്ട് അല്ലേ? ഞാൻ ഒരു ചെറിയ ചിന്തയിലേക്ക് നിങ്ങളുടെയൊക്കെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ അതിങ്ങനെ ഇമ വെട്ടുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ എത്ര ബോധവാന്മാരാണ്? ഒരു മിനിറ്റിൽ അത് എത്ര പ്രാവശ്യം ഇങ്ങനെ അടയുകയും തുറയുകയും ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തിൽ അത് എത്ര തവണ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഈ ഒരു ഭൂമിയിൽ 800 കോടിയിലധികം മനുഷ്യരിങ്ങനെ ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും നമ്മളുടെ ഇങ്ങനെ അടയുകയും തുറയുകയും ചെയ്യുന്ന ഈ ഒരു കണ്ണ് അവർക്കെല്ലാവർക്കും അതുപോലെ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മളിങ്ങനെ തുറന്നിട്ട കണ്ണ് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഒരവസ്ഥ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഇത്രയും സങ്കീർണമായിട്ടുള്ള ശരീരഘടനയുള്ള മനുഷ്യനെ, അവനെ താങ്ങി നിർക്കാൻ ഒരു ശക്തി അതിൻ്റെ പിന്നിലുണ്ടാവുമല്ലേ? അവനാണ് ഏകനായ അള്ളാഹു. പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വല്ലാതെ വേവലാതിപ്പെടാറുണ്ട്. എന്നാൽ ബ്രെയിൻ ട്യൂമർ എന്ന മഹാമാരിയെ അതിനെ അനുഗ്രഹമായി കണ്ട്, തൻ്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹമാണിതെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഈമാനിൻ്റെ ശക്തി കൊണ്ട് നേരിട്ട് നമുക്കൊരു സമ്മാനമായിക്കൊണ്ട് മനോഹരമായ കാവൽ എന്ന പുസ്തകവും രചിച്ച് അതിലൂടെ താൻ അറിഞ്ഞ റബ്ബിനെ മനോഹരമായി അവതരിപ്പിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി ഡോക്ടർ KP ഹവ്വയെയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഏറെ സന്തോഷത്തോടെ ഈ ഒരു സെഷനിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു ബ്രെയിൻ ട്യൂമർ എന്നൊരു അസുഖം അറിഞ്ഞ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ വൈകാരികമായിട്ട് നേരിട്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും അപകടം നടന്നതെന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ആർക്കെങ്കിലും മാരകമായ അസുഖങ്ങൾ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മറ്റുള്ളവർക്ക് വരുന്നതാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കൂല എന്നുള്ളൊരു ചിന്ത പിശാച് എവിടെയോ നമ്മളെ ഉള്ളിലൊക്കെ തോന്നിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത എനിക്കും എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞ സമയത്ത് സത്യത്തിൽ ഞാൻ ഷോക്കാവുകയാണ് ചെയ്തത്. ഒരു തരിപ്പായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ റിപ്പോർട്ടുമായിട്ട് കോഴിക്കോടുള്ളൊരു ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോകുന്നത്. ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. എനിക്ക് 2 മക്കളാണ്. അന്ന് മൂത്ത ആൾക്ക് 7 വയസ്സും ചെറിയ ആൾക്ക് വെറും 11 മാസം മാത്രമായിരുന്നു പ്രായം. ആ ഒരു സമയത്ത് ഡോക്ടർ ഇങ്ങനെ റിപ്പോർട്ട് നോക്കിയിട്ട് എന്നോട് പറയുകയാണ്, ഇത് മരുന്നൊന്നും കുടിച്ചാൽ മാറുന്നതല്ല, ഇത് സർജറി വേണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ എനിക്കൊരു മോളുണ്ട്, പാല് കുടിക്കുന്ന മോളുണ്ട്. ഡോക്ടർ പറഞ്ഞു, എന്നാൽ ഇപ്പം തന്നെ പാലുകുടി നിർത്തിക്കോളും. പെട്ടെന്ന് അതെനിക്ക് ഉൾക്കൊള്ളാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് സത്യത്തിൽ ഞാൻ പൊട്ടിക്കരയായിരുന്നു ഡോക്ടറെ മുന്നിൽ വെച്ചിട്ട്. അതായിരുന്നു എൻ്റെ ആദ്യ പ്രതികരണം. പിന്നീട് എൻ്റെ ഉപ്പ എന്നെ കുറച്ചും കൂടി നല്ല കോയമ്പത്തൂരുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് സർജറിക്ക് വേണ്ടി കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അവിടേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായിട്ട് ഞാൻ 2 റക്അത്ത് നിസ്കരിച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഖുർആൻ്റെ പരിഭാഷ ഒന്ന് തുറന്നു നോക്കി. ആ ഒരു സമയത്ത് ഞാൻ ഖുർആനിൽ കണ്ടൊരു വചനം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്ന ഒരു വചനമായിരുന്നു. അതെനിക്ക് എവിടെയോ ഒരു ശക്തി നൽകുകയാണ്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ എത്തുന്നു. ആദ്യത്തെ സർജറി കഴിഞ്ഞു. ആദ്യത്തെ സർജറി വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതായത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടതുകാലിലെ ചെരുപ്പ് ഊരിപ്പോകുന്നത് മാത്രമായിരുന്നു. അപ്പോൾ ഈ മുട്ടിന് താഴേക്ക് ഉള്ളൊരു ചെറിയ വീക്ക്നെസ്, അത് സർജറി കഴിഞ്ഞിട്ട് അത് മാത്രം, മറ്റൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഈ ബ്രെയിനിൻ്റെ സർജറി കഴിഞ്ഞ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ബ്രെയിനിലേക്ക് ഓക്സിജനാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഓക്സിജൻ മാസ്ക് ഡോക്ടർ എനിക്ക് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്കിതൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഈ മാസ്ക് കൊണ്ട്. അപ്പോൾ ഡോക്ടർ എന്താക്കി, എനിക്ക് അത് മാറ്റിയിട്ട് ഒരു ചെറിയ ഓക്സിജൻ്റെ ട്യൂബ് മൂക്കിലേക്ക് വെച്ച് തന്നു. അത് ഉറക്കത്തിൽ എപ്പോഴോ തെന്നി മാറിപ്പോയി. അങ്ങനെ എൻ്റെ ഇടത് ഭാഗം, മുഖമൊഴിച്ച് ഇടത് കൈയും കാലും പൂർണ്ണമായിട്ടും തളർന്നു പോയി. അൽഹംദുലില്ലാ. അന്നങ്ങനെ എൻ്റെ ഇടത് ഭാഗം തളർന്നു പോയത് കൊണ്ടാണ്, ആ ഒരു നിമിഷത്തിലാണ് ഞാൻ അന്നോളം എൻ്റെ ജീവിതത്തിൽ ഒരു വിലയും കൽപ്പിക്കാതിരുന്ന, വിലമതിക്കാനാവാത്ത റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചു തുടങ്ങിയത്.
അങ്ങനെ ഡോക്ടർമാർ ഒക്കെ നിരാശരായി. അങ്ങനെ നമുക്കൊക്കെ ഒരു ചിന്ത ഉണ്ട്, നമ്മുടെയൊക്കെ കൈയും കാലൊക്കെ ഇളകും, നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇളക്കുകയാണ്, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. അല്ല, റബ്ബിൻ്റെ കാരുണ്യമില്ലാതെ നമ്മുടെ ഒരു ചെറു വിരൽ പോലും ഇളക്കാൻ കഴിയില്ല എന്ന് അന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ തിരിച്ചറിയാണ്. ഞാൻ എത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും ഞാൻ എത്രയൊക്കെ ഇളക്കാൻ ശ്രമിച്ചിട്ടും അന്ന് എൻ്റെ ഇടത് കൈയോ ഇടത് കാലോ എനിക്ക് വേണ്ടി ഇളകിയില്ല. താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട്, താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട്, പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ, സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ. ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം, അല്ലാനെ ഓർക്കുവാനായി മറക്കല്ലേ, നിന്നെ താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട്, പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ, സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ. അങ്ങനെ ഡോക്ടർമാർ മുഴുവൻ നിരാശരായി. ആ ഒരു സമയത്ത് എൻ്റെ മുന്നിൽ മെഡിക്കൽ സയൻസ് വട്ടപൂജയായിട്ട് നിൽക്കുകയാണ്. എന്തോ ആ ഒരു വചനം, ഞാൻ ഖുറാനിൽ കണ്ട ഒരു വചനം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത് എന്ന ആ ഒരു വചനം എൻ്റെ നിരാശയിലേക്ക് തള്ളിവിട്ടില്ല. പകരം ഞാൻ എൻ്റെ എല്ലാ പ്രയാസങ്ങളും ആ ഒരു സമയത്ത് എനിക്ക് ഈ ലോകത്തുള്ള ഒരു മനുഷ്യരോടും പറഞ്ഞാൽ തീരാത്തത്ര പ്രയാസങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ പ്രയാസങ്ങളെല്ലാം ഞാൻ എൻ്റെ റബ്ബിലേക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എൻ്റെ റബ്ബിലേക്ക് ഞാനെല്ലാം പൂർണ്ണമായിട്ട് ഭരമേൽപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം എന്നെ ഫിസിയോതെറാപ്പി ലാബിൽ കൊണ്ടുപോയി കിടത്താണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ദിവസം സർജറി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എൻ്റെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേര് ആനന്ദ് എന്നാണ്. എൻ്റെ പുസ്തകത്തിൽ ഉടനീളം ഞാൻ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ വന്ന് നോക്കുന്ന സമയത്ത് ആദ്യം മുട്ടിൻ്റെ താഴേക്ക് മാത്രമേ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അവൻ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് ഇറ്റ് വാസ് 0 എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എൻ്റെ സർജറി ചെയ്ത സുരേഷ് ഡോക്ടർ അവിടേക്ക് വരികയും ഡോക്ടർ അവനോട് സീരിയസ് ആയി എന്തൊക്കെയോ പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അവനെ വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രി വീണ്ടും റൂമിലേക്ക് ഞാൻ പോയി. ഞാൻ എൻ്റെ റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുക. എന്തോ എനിക്കെൻ്റെ വിരലുകളിൽ ചെറിയ ചലനം അനുഭവപ്പെടാം. അപ്പം ഞാൻ വിരലുകൾ മെല്ലെ ഇങ്ങനെ ഇളക്കി നോക്കി. സുബ്ഹാനല്ലാഹ്, എൻ്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മെല്ലെ എൻ്റെ ഈ ഭാഗമൊന്നും ഇളകില്ല കേട്ടോ, ഈ വിരലുകൾ മാത്രമാണ് ചലിക്കുക. അപ്പം ഞാൻ ഈ തള്ള വിരലിനോട് ഈ ചൂണ്ട വിരലിങ്ങനെ ഒന്ന് കൂട്ടിമുട്ടിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്, ഞാൻ എത്രയോ തവണ എൻ്റെ ജീവിതത്തിൽ ഈ വിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അനുഭവിക്കാത്ത വല്ലാത്തൊരു അനുഭൂതി എനിക്ക് ആ സമയത്ത് അനുഭവിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ ഒരു നിമിഷമാണ് സത്യത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച നിമിഷം. ആ ഒരു നിമിഷത്തിലാണ് എൻ്റെ കാഴ്ചപ്പാടുകൾ മുഴുവൻ മാറി മറിഞ്ഞത്. അങ്ങനെ പിറ്റേ ദിവസം ആനന്ദിൻ്റെ അടുത്തേക്ക് വീണ്ടും ഫിസിയോതെറാപ്പിയിലേക്ക് എന്നെ കൊണ്ടുപോയി കിടത്താണ്. ആ ഒരു സമയത്ത് ആനന്ദ് ഇങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ആനന്ദിനെ അങ്ങോട്ട് വിളിച്ചു. ആനന്ദ്, എൻ്റെ വിരലുകൾ ഇളകുന്നുണ്ട് എന്ന് അവനോട് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ഓടി വന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, മിറാക്കിൾ, മെഡിക്കൽ മിറാക്കിൾ. എന്നിട്ട് അവൻ അടുത്ത് നിൽക്കുന്ന കുട്ടികളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, മാജിക്കൽ. എന്നിട്ട് അവൻ ആ ഒരു അത്ഭുതം വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അവൻ എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു. ഇന്നലെ ഇവിടെ നിന്ന് ഡോക്ടർ എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞത്, ഇത് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, ദൈവത്തിനറിയാമെന്നായിരുന്നു. എന്താ, അവരുടെയൊക്കെ സംശയങ്ങൾക്ക് ഉത്തരം റബ്ബ് എൻ്റെ വിരലിലൂടെ നൽകി എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് എൻ്റെ ദിവസങ്ങളൊക്കെ മനോഹരമാവുകയാണ്. ഞാൻ പുഞ്ചിരിക്കാൻ തുടങ്ങുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും എൻ്റെ പുഞ്ചിരി മനോഹരമാവാൻ തുടങ്ങി. ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് മാത്രം ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓങ്കോളജി ഡോക്ടർ, അതായത് 90% മാത്രമാണ് അവിടെ നിന്ന് റിമൂവ് ചെയ്തത്. 10% അവിടെ ഓൾറെഡി ഉണ്ട്.
അപ്പോൾ ആ ഒരു 10% റിമൂവ് ചെയ്യണമെങ്കിൽ 30 റേഡിയേഷനും 6 കീമോതെറാപ്പിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 30 റേഡിയേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ഒരു മാസത്തിന് ശേഷം. ആ ചെയ്യുന്നതിനിടയിൽ എനിക്ക് വന്ന ചലനങ്ങളൊക്കെ വീണ്ടും നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ കണ്ണാടിയിൽ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, അതായത് എൻ്റെ ഈ മസിൽസ് ഇളകുന്നില്ല. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് MRI എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രെയിൻ ട്യൂമർ വന്ന അതേ ഭാഗത്ത് 6.5 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ഒരു സിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് വെള്ളത്തിൻ്റെ ഒരു കുളിമിള. അത് തിരിച്ചറിയാനൊരു 4 ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് കോമയിലേക്ക് പോകുമായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ അൽഹംദുലില്ലാ അവിടെയും അള്ളാഹു എന്നെ രക്ഷിച്ചു. അങ്ങനെ വീണ്ടും ഒരു മേജർ സർജറിയിലേക്ക് പോവാണ്. എന്നാലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഞാൻ ധരിച്ചുകൊണ്ട് ആണ് പോയതെങ്കിൽ രണ്ടാമത്തെ സർജറിയുടെ സമയത്ത് ഞാൻ വളരെ കരുത്തോട് കൂടിയിട്ടാണ് പോയത്. അങ്ങനെ പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് റബ്ബിലേക്ക് ഞാൻ പൂർണ്ണമായി ഭരമേൽപ്പിച്ച സമയത്ത് റബ്ബ് എനിക്ക് തന്ന ഒരു കരുത്താണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് പടച്ചോൻ എൻ്റെ ഒരു സംരക്ഷണം ഇറക്കി തന്നാണ്. അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് പടച്ചോൻ അതിന് എനിക്ക് ഉത്തരം നൽകുന്ന ഒരു നിമിഷം, അങ്ങനെ ഒരു നിമിഷം പറയാൻ പറ്റുകയാണെങ്കിൽ ഏതായിരിക്കും ഞങ്ങളോട് പങ്കുവെക്കാനുണ്ടാവുക? സത്യത്തിൽ ഞാൻ ഓരോ നിമിഷവും റബ്ബിൻ്റെ സംരക്ഷണം അങ്ങനെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംരക്ഷണ വലയം എനിക്ക് കിട്ടാൻ ഒരു കാരണമായിട്ട് ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മ എന്നിൽ വളർത്തിയൊരു ശീലമുണ്ട്, ഖുർആൻ പരിഭാഷ വായിക്കുന്ന ഒരു ശീലം. അപ്പോൾ അത് ഞാനിപ്പം ഒരുപാടൊന്നും വായിക്കില്ല, ചിലപ്പോൾ 1-2 പേജേ വായിക്കുള്ളൂ. പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടായിരുന്നു ഞാൻ വായിച്ചിരുന്നത്. അപ്പം ഖുർആനോട് ആ ഒരു ബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രോഗം വരുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ ഖുർആൻ പരിഭാഷ ഒന്ന് തുറന്നു നോക്കും. അങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് കാണുന്ന വചനങ്ങൾ എപ്പോഴും എനിക്ക് ആശ്വാസം പകരാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ ഞാൻ ഈ ഖുർആൻ പരിഭാഷ തുറന്നു നോക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആ ഒരായത്ത് കാണുന്നത്. പിന്നീട് അങ്ങോട്ടാണ് സത്യത്തിൽ അതാണ് ഒരു വഴിത്തിരിവാവുന്നത്. ശരിക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2 അനുഭവങ്ങൾ ഞാൻ പറയാം. അതിൽ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ ആദ്യത്തെ സർജറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ഫ്ലാറ്റിലേക്ക് ആണ് മാറി താമസിച്ചത്. അപ്പം ഞാനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം ഞാൻ കാണുകയാണ്. ഞാനിങ്ങനെ ഉറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് ഒരു 3 ആളുകളുടെ സാന്നിധ്യം തോന്നുകയാണ്. അവരെന്നെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ നെഞ്ചിലേക്ക് ഒരു ശക്തമായിട്ടുള്ളൊരു വെളിച്ചം വന്ന് പതിക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായത് റബ്ബിൻ്റെ റൂഹ് എടുക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ഉറക്കെ കലിമ ചെല്ലുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകണം. അങ്ങനെ ഹസ്ബൻഡ് എന്നെ അന്നൊന്നും നടക്കാൻ പറ്റില്ല. അപ്പോൾ ആനന്ദ് ഒരു പ്രത്യേക രീതിയിൽ എന്നെ ഇങ്ങനെ നടക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ബാത്റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് അപ്പോൾ പറയാൻ തോന്നിയില്ല. അങ്ങനെ ആ ഒരു സമയത്ത് ഒരുപാട് സ്റ്റിറോയിഡ് മരുന്നുകളൊക്കെ കഴിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ കാക്കു എനിക്ക് വെള്ളവും നട്ട്സും എന്തോ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി. അപ്പം എന്നെ സേഫാക്കി ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് അന്ന് ഈ വിരലുകൾ മാത്രമാണ് ചലിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ വലത് കൈപ്പത്തിയിൽ എനിക്ക് വല്ലാത്ത ചൊറിച്ചിൽ അനുഭവപ്പെടാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഒന്ന് ചൊറിയാൻ കഴിയുക എന്ന് പറയുന്നത് പോലും റബ്ബിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അന്നൊക്കെ എനിക്ക് കാക്കുവാണ് ആ ഒരു സമയത്ത് ചൊറിഞ്ഞു തരാൻ, ഇവിടെ ചൊറിച്ചിൽ വന്നു. അപ്പോൾ എനിക്ക് ശക്തമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണ്. അപ്പം ഞാൻ കാക്കുവിനെ വിളിക്കുന്നുണ്ട്, പക്ഷെ കാക്കു വരുന്നില്ല. അങ്ങനെ പതുക്കെ ഞാനിങ്ങനെ ശ്രമിക്കുകയാണ് ഈ കൈ കൊണ്ട് ഈ കൈ തൊടാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, എൻ്റെ കൈ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കൈ ഇങ്ങനെ മെല്ലെ പോയിട്ട് ഈ വലത് കൈപ്പത്തീൻ്റെ മുകളിൽ ചൊറിയാൻ തുടങ്ങി.
ഞാനിവിടെ ചൊറിയുന്തോറും ഈ ചൊറിച്ചിൽ മുകളിലേക്ക് കൂടി വന്നു. ഞാനിങ്ങനെ മെല്ലെ ചൊറിഞ്ഞ് അങ്ങനെ അത് ഷോൾഡർ വരെ എൻ്റെ കൈയെത്തി. എനിക്ക് അത്ഭുതം തോന്നി. ഇതെന്തോ സ്വപ്നം കാണുകയാണോ എന്ന് എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ കാക്കുവിനെ വിളിച്ചു. കാക്കു എത്തിയ സമയത്ത് ഞാനിത് കാണിച്ചു കൊടുത്തു. കാക്കുവിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുത്താലോ. രാത്രി ഞങ്ങൾ വീഡിയോ എടുത്തു. വീണ്ടും വീഡിയോ കണ്ടു നോക്കി. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ് എന്നുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം ആനന്ദ് ചെക്ക് ചെയ്ത സമയത്ത് എൻ്റെ ഇടത് ഭാഗത്തിൻ്റെ ഷോൾഡർ മൊമെൻറ്റ് അതാണ്. അതെനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളിൽ ഒന്നാണ്. ഇനി മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ സർജറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിസ്റ്റർ, ആ സമയത്ത് എൻ്റെ കവിളിലെ ചലനം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ്, മണം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. സർജറി കഴിഞ്ഞ് ഒരു 2-3 ദിവസത്തിന് ഉള്ളിൽ എനിക്ക് ടേസ്റ്റ്, എൻ്റെ മണം ഇതൊക്കെ തിരിച്ചു കിട്ടി. പക്ഷെ എൻ്റെ വിരലുകൾ മാത്രം ചലിച്ചില്ല. അപ്പോൾ ഡിസ്ചാർജ് ആയ സമയത്ത് ആനന്ദ് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിലേക്ക് വരികയാണ്. അങ്ങനെ വന്ന സമയത്ത് ആനന്ദ് ഇങ്ങനെ വിഷമിച്ചിരിക്കുക എൻ്റെ വിരലുകൾ നോക്കിയിട്ട്. അപ്പോൾ എനിക്കറിയാം അവൻ എന്തിനാണ് വിഷമിക്കുന്നതെന്ന്. കാരണം ഇത് ഫൈൻ മൊമെൻറ്റ്സ് ആണ്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വരുമോ എന്ന് ആർക്കും ഒരു ഉറപ്പില്ല. അതുകൊണ്ടാണ് ആദ്യം വന്ന സമയത്ത് അവൻ അതിനെ മെഡിക്കൽ മിറാക്കിൾ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ അവൻ്റെ കയ്യിലേക്ക് നോക്കി വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ആനന്ദ് നീ വിഷമിക്കണ്ട, ഈ വിരലുകളെ എൻ്റെ റബ്ബ് ചലിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചലിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഇനി അതല്ല അവൻ്റെ തീരുമാനമെങ്കിൽ എനിക്കൊരു പരാതിയുമില്ല. അതാണ് ഞാൻ അവനോട് പറഞ്ഞത്. അങ്ങനെ അവൻ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ എൻ്റെ കാക്കുന്നെ റൂമിലേക്ക് കിടത്തി തരാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ കിടന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വല്ലാത്ത സങ്കടം വരികയാണ്. ഞാൻ റബ്ബിനോട് അപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന നാഥ, ഈ വിരലുകൾ, എൻ്റെ ഈ വിരലുകൾ ഇളക്കി തരണമെങ്കിൽ നിനക്ക് ഒരു നിമിഷം മതി എന്ന് എനിക്കറിയാം. എൻ്റെ വിരലുകളെ ചലിപ്പിക്കണേ നാഥാ എന്ന് ഞാനിങ്ങനെ റബ്ബിനോട് ഉരുകി പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ്, നിമിഷങ്ങൾക്കകം എൻ്റെ വിരലുകൾ ചലിച്ചു എന്നുള്ളതാണ്. നിമിഷങ്ങൾക്കകം എൻ്റെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം നൽകി. ഞാൻ വലത്തേ കൈകൊണ്ട് എൻ്റെ ഫോൺ എടുത്ത് ആനന്ദിനെ വിളിക്കുന്ന സമയത്ത് അവൻ്റെ വീട് തൊട്ടടുത്താണ്. അവൻ്റെ വീട്ടിലേക്ക് പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഉള്ളടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മനോഹരമായ കാവൽ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. ആ ഒരു പുസ്തകത്തിലൂടെയാണ് ഡോക്ടർ KP ഹവ്വ എന്ന വ്യക്തിയെ ലോകം മുഴുവൻ തിരിച്ചറിയുന്നത്. എന്തുകൊണ്ടാണ് ആ മനോഹരമായ കാവൽ എന്ന ആ പുസ്തകത്തിന് തലക്കെട്ട് കൊടുക്കാൻ ഒരു കാരണമുണ്ടായത്? അതുപോലെ എന്താണ് ശരിക്കും മനോഹരമായ കാവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ഈ ഒരു സമയത്താണ് ഞാൻ റബ്ബിനെ ശരിക്കും ഹൃദയം കൊണ്ട് തിരിച്ചറിയുന്നത്. എൻ്റെ ശരീരത്തിലൂടെ ഞാൻ അനുഭവിച്ചറിയാണ് എന്താണ് റബ്ബ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇത്രയും കാലം മനസ്സിലാക്കിയതല്ല എൻ്റെ റബ്ബ്. ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചതുപോലെ അല്ല എൻ്റെ റബ്ബിനെ ഞാൻ സ്നേഹിക്കേണ്ടത്. ഞാൻ ഇത്രയും കാലം ഭയപ്പെട്ടതുപോലെ അല്ല ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടേണ്ടത് എന്ന് എനിക്ക് ആ ഒരു നിമിഷത്തിൽ ഞാൻ തിരിച്ചറിയാണ്. എങ്ങനെയാണ് ശരിക്കും നമ്മൾ റബ്ബിനെ സ്നേഹിക്കേണ്ടത്? അതിനൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ ലോകത്ത് നമ്മളോട് ഏറ്റവും കാരുണ്യം കാണിക്കുന്നത് ആരാ? നമ്മുടെ ഉമ്മാണ് അല്ലേ? നമ്മുടെ ഉമ്മാൻ്റെ കാരുണ്യം എത്രയാണെന്നറിയോ? റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ചെറിയ ശതമാനത്തിൻ്റെയും എത്രയോ ചെറിയ കണികയാണ് ഉമ്മ നമ്മളോട് കാണിക്കുന്ന കാരുണ്യം. അങ്ങനെ ഉമ്മ കാരുണ്യം കാണിക്കുമ്പോൾ നമുക്ക് ഉമ്മാനോടുള്ള ഫീലിംഗ് എന്താ? എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഉമ്മാന്നൊന്ന് ചിന്തിച്ച് നോക്ക്. വല്ലാത്തൊരു ഫീലിംഗ് നമ്മളെ ഉള്ളിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഈ കാരുണ്യത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനായ റബ്ബിനെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? റബ്ബിനോട് നമുക്കുണ്ടാവേണ്ടത് മുഹബ്ബത്താണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. ഇനി റബ്ബിനെ നമ്മൾ എങ്ങനെയാണ് ഭയപ്പെടേണ്ടത്? റബ്ബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളിൽ നമ്മളും ഉൾപ്പെട്ടു പോകൂലേ എന്നുള്ള ഭയമാണ് നമ്മളെ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്നും വിട്ടു നിർത്തേണ്ടത്. നരകത്തിൻ വാതിൽ തുറന്നിരിക്കുകയല്ല അവൻ, തരുന്ന സ്നേഹങ്ങൾക്കൊന്നും അതിരുകളില്ല. മരണത്തിൻ ദൂതൻ ഞെരിക്കുകയില്ല, സുവർഗം നിൻ മനസ്സിൻ്റെ
അകലയുമല്ല നിന്റെ അണുമണി തൂക്കം നന്മ തിരയുവോനല്ലാ. റബ്ബ് ശരിക്കും എനിക്ക് വേണ്ടതെല്ലാം ആ ഒരു സമയത്ത് എൻ്റെ ചുറ്റും ഇങ്ങനെ ഒരുക്കി തരുമായിരുന്നു. റബ്ബിൻ്റെ കാരുണ്യം എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരിലൂടെ ഞാനിങ്ങനെ അനുഭവിച്ചറിയായിരുന്നു. എൻ്റെ ഡോക്ടർമാർ, എൻ്റെ നേഴ്സുമാർ, സ്റ്റാഫ്സ്, ആ ഹോസ്പിറ്റലിലെ എല്ലാവരിലൂടെയും, അതുപോലെ എൻ്റെ ഫാമിലി, എടുത്തു പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഉപ്പയും ആ ഒരു സമയത്ത് തന്നൊരു സപ്പോർട്ടുണ്ട്. എൻ്റെ ഇടതുഭാഗം തളർന്നു പോയി എന്ന് എനിക്കൊരു നിമിഷം പോലും തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ റബ്ബ് എൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു വലിയ കാവലിങ്ങനെ ഒരുക്കി തരുമായിരുന്നു. അതൊരു അതിമനോഹരമായ കാവലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിന് മനോഹരമായ കാവൽ എന്ന് പേരിട്ടത്. ഇതൊരിക്കലും ഒരു അതിജീവന കഥയല്ല. റബ്ബ് തന്ന മനോഹരമായ കാവലിലൂടെ ഞാൻ മനോഹരമായി നടന്ന കഥയാണ്. ഈ മനോഹരമായ കാവലിലൂടെ ഞാൻ നടന്ന സമയത്ത് റബ്ബ് എനിക്ക് ഈ രോഗത്തിൻ്റെ എല്ലാ ഭയാനതകളും കാണിച്ചു തന്ന് ഒരുപാട് മനോഹരമായ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന്, എന്നിട്ട് എൻ്റെ റബ്ബ് എന്നെ ജീവിതത്തിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു. പിന്നെ ഈ പുസ്തകത്തിന് ഞാൻ മനോഹരമായ കാവൽ എന്നല്ലാണ്ട് മറ്റെന്താണ് പേര് നൽകേണ്ടത്? ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു പ്രയാസം വരുന്ന സമയത്തിന് നമ്മൾ ഒരുപാട് വേവലാതിപ്പെടുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ശ്രോതാക്കളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് പ്രയാസങ്ങളെ തരണം ചെയ്യേണ്ടത്? ഇത്രയും നേരം നിങ്ങൾ കേട്ടത് എൻ്റെ അനുഭവമാണ്. സത്യത്തിൽ ഞാനൊന്നും കടന്നു പോയതൊരു പ്രയാസത്തിലൂടെയേ അല്ല. എന്നേക്കാൾ പ്രയാസത്തിലൂടെ കടന്നു പോയിട്ട് അതിമനോഹരമായിട്ട് തരണം ചെയ്ത 2 വ്യക്തികളുടെ അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് എൻ്റെ മെസ്സേജ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 34-ാമത്തെ വയസ്സിൽ, ഏകദേശം ഒരു 33 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരു ജീപ്പിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. അത് ഒരു മഴക്കാലമായിരുന്നു. അങ്ങനെ ആ മഴക്കാലം, നല്ല കാറ്റുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റത്ത് ഒരു കൂറ്റൻ മരം അദ്ദേഹം സഞ്ചരിക്കുന്ന ജീപ്പിൻ്റെ മുകളിൽ അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്തേക്ക് മറിഞ്ഞു വീഴുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിന് ഇഞ്ചറി സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ കഴുത്തിന് താഴെ പൂർണ്ണമായിട്ടും ചലനശേഷി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. സാധാരണ ഇങ്ങനെയുള്ള രോഗികളൊക്കെ അകപ്പെടുന്ന പോലെ അദ്ദേഹവും 4 ചുവരുകൾക്കുള്ളിലേക്ക് അകപ്പെട്ടു പോയി. എന്നാൽ ഖുർആനിലെ വചനങ്ങൾ അദ്ദേഹത്തിന് പ്രതീക്ഷ നൽകുകയാണ്. അങ്ങനെ അദ്ദേഹം പതിയെ വായിക്കാൻ തുടങ്ങുകയാണ്. ഒന്ന് ആലോചിക്കണം, കഴുത്തിന് താഴെ പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. പിന്നീട് അദ്ദേഹത്തിന് എഴുതാൻ തോന്നുകയാണ്. അദ്ദേഹം പതുക്കെ എഴുതാൻ തുടങ്ങി. ആദ്യമൊക്കെ അദ്ദേഹത്തിന് വലിയ പ്രയാസമായിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം സാധാരണ എല്ലാവരും എഴുതുന്ന പോലെ എഴുതാണ്. അദ്ദേഹം എഴുതുന്നൊരു വീഡിയോ ഉണ്ട്. അതായത് അദ്ദേഹം വായിൽ പെന്ന് തിരികെ വെച്ചിട്ട് ഇളകാത്ത വിരലിനിടയിലേക്ക് പെന്ന് വായ കൊണ്ട് തിരികെ വെച്ച് ആ ഇളകാത്ത പെരുവിരലിനിടയിൽ വെച്ചിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. അങ്ങനെ അദ്ദേഹം എഴുതി തീർത്തത് 2 പുസ്തകങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ അതിജീവന കഥ, പ്രത്യാശയുടെ അത്ഭുത ഗോപുരം എന്നീ 2 പുസ്തകങ്ങൾ എഴുതിയ അബ്ദുള്ള കാട്ടുകണ്ടിയെക്കുറിച്ചാണ്, പ്രിയപ്പെട്ട അബ്ദുള്ളക്കയെക്കുറിച്ചാണ്. ഇനി അടുത്ത അനുഭവം എൻ്റെ ഉമ്മാൻ്റെ കസിനാണ്. പക്ഷേ ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. ചെറുപ്പത്തിലൊക്കെ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. അങ്ങനെ അവൾ കോയമ്പത്തൂർ സെറ്റിൽഡാണ്. 2 മക്കളായിരുന്നു. അവൾ വെൽ സെറ്റിൽഡാണ്. ഒരു വർഷം മുന്നേ പുതിയ വീടൊക്കെ ഉണ്ടാക്കി വളരെ ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഞാൻ അറിയാണ് അവളുടെ 7 വയസ്സുള്ള ചെറിയ മകള് സ്കൂളിൽ കുഴഞ്ഞ് വീണ് മരിച്ചു എന്നറിയാണ്. ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഷോക്കായി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയുകയാണ് എനിക്ക് പോകണം എന്ന്. ഞാൻ അങ്ങനെ വാശി പിടിച്ചു, എനിക്ക് പോകണം. അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്, ഇവളെങ്ങനെ സമാധാനിപ്പിക്കുക, ഞാൻ ഇവളോട് എന്താണ് പറയുക. അങ്ങനെയൊക്കെ ചിന്തിച്ച് ആ വീട്ടിലെത്തിയ എന്നെ അവൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം ഞാൻ അവിടെ എത്തിയെന്ന് അറിഞ്ഞ സമയത്ത് അവളാണ് എന്നെ കൂട്ടാൻ വേണ്ടി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. നീ ഇത്ര പ്രയാസപ്പെട്ട് എന്നെ കാണാൻ വന്നോ എന്ന് അവൾ ചോദിച്ചു. എന്നിട്ട് അവൾ എൻ്റെ കൈ പിടിച്ച് എന്നെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടിരുത്തിയിട്ട് അവൾ എന്നോട് പറഞ്ഞു, എടി റബ്ബ് എനിക്ക് തന്നത് റബ്ബ് എടുത്ത്. എനിക്ക് മറക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ ഞാനൊരു ഓൺലൈൻ സെഷനിൽ വെച്ചിട്ട് അവളെക്കുറിച്ചിട്ട് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം ഞാൻ അവൾക്കൊരു മെസ്സേജ് അയച്ചു. ആ സമയത്ത് അവൾ ഒരു കാര്യം കൂടി എന്നോട് കൂട്ടിച്ചേർത്തു. നമ്മുടെയൊക്കെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ശരിക്കും സ്വർഗമാണ്, ജന്നത്താണ്. അതിലേക്ക് പോകാൻ
എൻ്റെ മകളൊരു കാരണമാണെങ്കിൽ അത് ഞാനൊരു ഹൈറായിട്ടാണ് കാണുന്നത് എന്ന്. അപ്പം ഞാനിപ്പോൾ 2 വ്യക്തികളുടെ കാര്യം പറഞ്ഞു. ഈ 2 വ്യക്തികൾക്കും നഷ്ടപ്പെട്ടത് ഈ ലോകത്തു നിന്ന് അവർക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാര്യമാണ് അല്ലേ? പക്ഷേ എങ്ങനെയാണ് അതിനെ മനോഹരമായി തരണം ചെയ്തതെന്നറിയോ? അത് അവർ അള്ളാഹുവിലേക്ക് അവരുടെ പ്രയാസങ്ങൾ മുഴുവൻ ഒരു സംശയമില്ലാതെ ഭരമേൽപ്പിച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയൊക്കെ റബ്ബിലേക്ക് ഒരു സംശയമില്ലാതെ തവക്കൽ ചെയ്യുന്ന റബ്ബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളാവാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ ഒരുമിച്ച് ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് റബ്ബ് അതിനൊക്കെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ. കണ്ണടച്ചാൽ 7 വാനമേറി റൂഹ് ചിരിക്കണം, കൺ തുറന്നതിനായി ഏറെ കരുതലോടെ ചലിക്കണം. ധർമ്മവും അധർമ്മവും വിരിച്ച വേദവചസ്സുകൾ മർമ്മമാഷിക ഏന്തിയിരുളിൽ ഇടറിടാതെ ഗമിക്കണം. നന്മയാൽ കഴിയേണ്ട വീടാണല്ലോ ദുനിയാവോർക്കണം. കർമ്മമേറെ ചെയ്തിടാൻ കൽബിൽ മുസല്ല വിരിക്കണം. ഖബറിലെത്തും മുൻപ് ഈമാൻ കതക് മെല്ലെ തുറക്കണം. കലിമ ചൊല്ലി തിരിക്കണം, ഈ യാത്ര സഫലമാക്കണം. കലിമ ചൊല്ലി തിരിക്കണം, ഈ യാത്ര സഫലമാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം അനുഗ്രഹീതരാണെന്ന് നമുക്കറിയാൻ കഴിയുകയും അതിന് നമ്മൾ സർവശക്തനോട് എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കണമെന്ന് തിരിച്ചറിയാനും കഴിയുന്നത്. ഡോക്ടർ KP ഹവ ഒരിത്തിരി നേരം നമ്മളോട് സംവദിച്ചു. അവരുടെ ജീവിതത്തിൽ അവരറിഞ്ഞിട്ടുള്ള വലിയ പാഠങ്ങൾ നമ്മുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഏറെ നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. ഈ ഒരു ജീവിത പാഠങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ കരുത്തേകട്ടെ. ഇൻഷാ അല്ലാഹ് ഓരോ ഉയർച്ചയിലും താഴ്ചയിലും റബ്ബിനെ മനോഹരമായി കൂട്ടുപിടിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.